ഒന്നാം ദിവസമാണ് കുടുംബം എന്നത്. ആ കുടുംബങ്ങളിലൂടെയാണ് ശക്തമായ ഒരു സമൂഹത്തെയും സമാധാനപൂർണമായ ഒരു ജീവിതത്തെയും സംവിധാനിക്കാൻ സാധിക്കുക. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് വിവാഹം എന്നത്. വിവാഹം എന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു ആചാരമോ സമൂഹത്തിൽ നടന്നുപോടുന്ന ഒരു കാര്യമല്ല, മറിച്ച് അല്ലാഹു തആല സംവിധാനിച്ച വലിയ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ആ വൈവാഹിക ജീവിതത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ പുതിയ തലമുറ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹ ജീവിതം എന്നത് മഹാന്മാരായ അമ്പിയാക്കൾ കാണിച്ചു തന്ന വലിയൊരു സുന്നത്താണ്. അവരൊക്കെ കുടുംബജീവിതം നയിച്ചവരാണ്. മാത്രമല്ല, തെറ്റിലേക്ക് നീങ്ങാതിരിക്കാൻ അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു ഇസ്മത്താണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ ഏറെ വഴിതെറ്റി പോകുന്ന ഒരു കാര്യമാണല്ലോ അവന്റെ ശാരീരികമായ ആവശ്യങ്ങൾ തീരുക. അത് അല്ലാഹു അനുവദിച്ച വഴിയിൽ വൈവാഹിക ജീവിതത്തിലൂടെ നയിക്കുന്നതിലൂടെ വലിയ ഹറാമുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടാൻ സാധിക്കും. അവന്റെ ശാരീരികമായ സുഖവും അതേപോലെ ഹറാമിലേക്ക് എത്താതിരിക്കാനുമുള്ള വലിയ ഒരു പ്രൊട്ടക്ഷനാണ് വിവാഹിക ജീവിതം എന്നത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തത്അഅ മിൻകുൽ ബാഅ ഫൽയതസവ്വജ്. നിങ്ങൾക്ക് ആരോഗ്യവും വൈവാഹിക ജീവിതം നയിക്കുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹിതരാകണം എന്ന് യുവാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഐശ്വര്യത്തിന് വഴിയായിരിക്കും അത്. പലപ്പോഴും ചില ആളുകൾക്ക് ഇങ്ങനെ ചിന്തിച്ചേക്കാം, വൈവാഹിക ജീവിതം വലിയ ചെലവാണ്, പിന്നെ ഭാര്യ നോക്കണം, പിന്നെ മക്കളുണ്ടാകണം, ഇതൊക്കെ വലിയ സാമ്പത്തികമായ ചെലവുകളും അതേപോലെ വലിയ ചുമതലകളുമല്ലേ, എന്തിനാ വൈവാഹിക ജീവിതം, എന്തിനാ വെറുതെ വലിയ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. എന്നാൽ അല്ലാഹു തആല പറയുന്നു, നീ വിവാഹം ചെയ്യലിലൂടെ ഒരു പക്ഷേ അല്ലാഹു തആല നിന്റെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല നീക്കി ജീവിതത്തിൽ ഐശ്വര്യം ബറക്കത്തും ഉണ്ടാക്കിയേക്കാം. അല്ലാഹു തആല പറയുന്നല്ലോ, ഇയകൂനു ഫുഖറാ യുഗ്നിഹുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾ ഇനി സാമ്പത്തികമായി പ്രയാസമുള്ളവരാണെങ്കിൽ അല്ലാഹു അവന്റെ വലിയ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല ഐശ്വര്യം തിരഞ്ഞേക്കാം. പലരുടെയും ജീവിതത്തിലെ അനുഭവമാണ്. നല്ല ഒരു വിവാഹം അതുവരെ ഒന്നുമില്ലാതിരുന്ന ആളുകൾ വിവാഹം കഴിച്ചാൽ പിന്നെ വലിയ നല്ല നല്ല മാർഗങ്ങളിലെത്തുന്നു. അല്ലാഹു തആല ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ചൊരിയുന്നതായൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹുവിന്റെ ഫദ്ല് നിർവഹിക്കാനുള്ള ഒരു മാർഗമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈമാനികമായ ഒരു കുടുംബ ജീവിതം ഇത് നമ്മുടെ ശരിയായ ഒരു അടയാളപ്പെടുത്തലാണ്. നല്ല മക്കളുണ്ടായി, ആരാ എന്താ പറയാ, ഇന്നയാളുടെ മകൻ, അങ്ങനെ പിന്നെ അടുത്ത തലമുറ ഇങ്ങനെ അവരുടെ മകൻ ഇങ്ങനെ നമ്മുടെ ഈമാനികമായ ശേഷിപ്പ് ഇവിടെ നിലനിർത്തുവാൻ മക്കളിലൂടെ പേരമക്കളിലൂടെ സാധിക്കും. അതിന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുടുംബജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം. അങ്ങനെ പൊരുത്തത്തിലായി കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിലും നമ്മെയും നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ അല്ലാഹു തആല നമ്മോട് കൂടെ ചേർത്ത് തരുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഈമാനികമായി അവരുടെ മക്കളെ അവിടെ പിന്തുടരുകയും ചെയ്യുന്നുവെങ്കിൽ അവരെയും അവരുടെ മക്കളെയും ഒക്കെ അല്ലാഹു തആല നാളെ സ്വർഗ്ഗത്തിൽ അവരോട് കൂടെ ചേർക്കുന്നതാണ്. അല്ലാഹു തആല ഇങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീനാണ്. നമ്മൾ എന്ത് സെലക്ട് ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ദീനിയായ ചുറ്റുപാടുകളാണ്. ദീനിയായ ഒരു പെൺകുട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇദാ ജാഅകും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസ്ബിഹു. ഈമാനും ദീനും അതേപോലെ സൽസ്വഭാവമുള്ളവരാണ് നിങ്ങൾക്ക് നിങ്ങളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ മകളെ കെട്ടിച്ചു കൊടുക്കുക. ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം,
ദീനും സൽസ്വഭാവവും. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. സാമ്പത്തികമായ അവസ്ഥയോ അല്ലെങ്കിൽ വലിയ വലിയ പണക്കാരും വലിയ ചുറ്റുപാടുകളും തറവാടുകളും. ഇന്നത്തെ തറവാട്, പണ്ടകാലത്തെ തറവാട് എന്ന് പറഞ്ഞാൽ വലിയ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ, ദീനിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ വലിയ തറവാട്ടുകാരാണെന്ന് പറഞ്ഞാൽ വലിയ ദീനുള്ളവരെ എന്നായിരുന്നു. ഇന്നെങ്ങനെ? ഇന്ന് തറവാട് ഇതൊക്കെ വെറും പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിലാണ് അറിയപ്പെടുക. വലിയ പണക്കാർ, വലിയ ആളുകൾ ബിസിനസ്സാരെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് ദീനും സൽസ്വഭാവവും ഉള്ളവരാണ്. ദീനിൽ സൽസ്വഭാവം പെട്ടു. പക്ഷേ കല്യാണക്കാരൻ വരുമ്പോ പ്രധാനമായി പരിഗണിക്കണമെന്നതാണ് സൽസ്വഭാവം. കാരണം നമ്മുടെ മകൾ ജീവിതാവസാനം വരെ ഒരുത്തന്റെ കൂടെ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വഭാവം, അവന്റെ ചുറ്റുപാടുകൾ, അവന്റെ സാഹചര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ ദീനത്വ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവനിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ്. പെണ്ണുങ്ങളുടെ വാർത്ത പറയുന്നിടത്ത് പറഞ്ഞു, ഒരു നല്ല പെണ്ണിന്റെ ലക്ഷണമാണ് കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കുക. അതേപോലെ കുറഞ്ഞ മഹർ ആവശ്യപ്പെടുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ പെണ്ണിന് മഹർ കൊടുത്താണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത്. അല്ലാതെ സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങിയല്ല. ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഇസ്ലാമിക സമൂഹം മാറി എന്നത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1, 2, 3 പെൺകുട്ടികളുണ്ടെങ്കിൽ പാപ്പമാർക്ക്, ഉമ്മമാർക്ക് 10 വയസ്സ് കഴിഞ്ഞാൽ ടെൻഷൻ തുടങ്ങി. ഇങ്ങനെ അവിടെ കെട്ടിച്ചു വിടണം, സ്വർണം വേണം, സ്വർണത്തിന്റെ വിലകൾ ഇങ്ങനെ ദിവസത്തോറും ഉയർന്നു വരികയാണ്. ഇങ്ങനെ ഓരോ സംവിധാനങ്ങൾ. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളും ഇസ്ലാമിക സംസ്കാരങ്ങളും നിലനിന്നപ്പോഴൊക്കെയും എന്തായിരുന്നു? പെണ്ണിന് മഹർ കൊടുക്കുക എന്നുള്ള സംവിധാനമായിരുന്നു. എത്രത്തോളം പറഞ്ഞാൽ മഹർ മഹാനായ കാലഘട്ടത്തിൽ മഹർ ഉയർന്ന മഹർ കാരണം പുരുഷന്മാർ വിഷമിച്ചു പോകുന്ന അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഈ മഹർ കുറക്കണമെന്ന ഒരു അഭിപ്രായത്തിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ല പെണ്ണിനെ കിട്ടണമെങ്കിൽ നല്ല മഹർ കൊടുക്കുന്ന ആ ഒരു സംവിധാനം ഇന്ന് നേരെ തിരിച്ചായിപ്പോയി. ഇന്ന് പണവും പ്രതാപവും ഉപ്പമാർക്ക്. അതേപോലെ ഇസ്ലാമിൽ ഒരുപക്ഷെ ഒരു വാപ്പ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം പൊരുത്തപ്പെട്ടുകൊണ്ട് തന്റെ മകൾക്ക് എന്തെങ്കിലും നൽകുക അല്ലെങ്കിൽ നൽകുന്നു എന്നുള്ള ആ ഒരു ചെറിയ ഒരു വഴി, ഒരു കുറുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്നിങ്ങനെ വിലപേശുന്ന ഒരു ചുറ്റുപാട്. ഇന്ന് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ല, ഇസ്ലാമിക അടിസ്ഥാനമേ അല്ല. ഇതാണ് പറഞ്ഞത്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ മഹർ കൂടുതലായി പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തരുത്. നല്ല ഒരു പെണ്ണിന്റെ ലക്ഷണം മഹർ കുറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ഇസ്ലാമികമായ സംസ്കാരങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എന്നാൽ സമൂഹത്തിൽ വിഷമങ്ങളില്ല, അതേപോലെ ഉപ്പമാർക്ക് പ്രയാസങ്ങളില്ല. പെൺമക്കളുടെ ഉപ്പമാരെ ടെൻഷനടിച്ച് ജീവിതം തീർക്കേണ്ടെന്ന ഒരു ആവശ്യം വരുന്നില്ല. പലപ്പോഴും ഇവിടെ കല്യാണത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി ആളുകൾ എത്തുന്നു. വീട്ടിൽ കല്യാണ പ്രായമെത്തിയ 2 പെൺമക്കളുണ്ട് സാറേ, അല്ലെങ്കിൽ 3 ആളുകളുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിലേക്ക് പെൺമക്കളുടെ പിതാക്കൾ വരേണ്ടി വരുന്ന അവസ്ഥ വന്നത് അത് ഒരിക്കലും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലല്ല, ഇസ്ലാമിക കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനത്തിലേ അല്ല. ഇസ്ലാമിന്റെ പേരിൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കാനോ ഇസ്ലാമിക സംസ്കാരമായി കാണാനോ സാധിക്കുകയില്ല. സമൂഹം ഉണ്ടാക്കിയ തെറ്റായ ഒരു സംവിധാനമാണ്. തീർച്ചയായും എതിർക്കപ്പെടേണ്ടുന്ന, ഏറ്റവും സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടേണ്ടുന്ന ഏറ്റവും വലിയ ഒരു രീതിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്ലാം വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് അത് വലിയ ഇസ്ലാമികമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഏറ്റവും ഹൈറായ സംവിധാനമായാണ് അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബജീവിതത്തിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പറഞ്ഞു, സഹിഷ്ണുത. ലോകത്ത് സഹിഷ്ണുത ആവാനും അല്ലെങ്കിൽ ആ ഒരു ദിനം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും വലിയ സഹിഷ്ണുത വേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട് ഏറ്റവും നന്നായി പെരുമാറുക എന്നത്, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത്, അവരോട് ഏറ്റവും നല്ല മയത്തിൽ പെരുമാറുക എന്നുള്ളത്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഇദാ അറാദ ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ അദ്ഖല അലൈഹിം റിഫ്ഖ. ഒരു കുടുംബത്തിൽ അല്ലാഹു തആല ഖൈർ
എങ്കിൽ അവർക്കിടയിൽ അല്ലാഹു തആല എന്താണ് മൃദുലമായ സ്വഭാവത്തിൽ വിട്ടുകൊടുക്കും. കുടുംബത്തിൽ ഭാര്യമാരോട് മക്കളോട്. ഇനിയിപ്പോ ഇവിടെയൊക്കെ ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാരും സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ ഒരിക്കലും മദ്രസയിലൊക്കെ ചിലപ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ പാലക്കാട്ടിൽ ആഴ്ചകളായി എന്ന് പറയും. കാരണം എന്താ, കുട്ടി രാവിലെ സ്കൂളിൽ പോകണം, 9:30 കുട്ടികൾക്കും. ഇപ്പൊ രാത്രി 12 മണിക്കാകുന്നത് കുട്ടി കാണാനില്ല. രാവിലെ കുട്ടി എണീറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉറക്കത്തിലാണ്. ഉപ്പയും മോനും മുഖാമുഖമായിട്ട് ഒരുപാട് ആഴ്ചകളായി മാസങ്ങളായി ഇങ്ങനെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും പലരുടെയും ജീവിതം കുടുംബജീവിതം തകർന്നു പോകുന്നത് എങ്ങനെയാണ്? ഭാര്യമാർക്ക് ഭർത്താവിനെ കിട്ടുന്നില്ല. എപ്പോഴും പണത്തിന്റെയും ബിസിനസിന്റെയും തിരക്കാണ്, ടെൻഷനാണ്. വീട്ടിൽ വന്നാൽ തന്നെ എന്തെങ്കിലും ഫോൺ വന്ന് ഭാര്യയോട് ദേഷ്യം പിടിച്ച് മക്കളോട് ദേഷ്യം പിടിച്ച് എന്താ ഈ ബിസിനസിന്റെ ഈ പണം ഉണ്ടാക്കുന്ന ദുനിയാവിനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ടെൻഷനിൽ സ്വന്തം ഭാര്യ മക്കൾക്ക് പോലും യാണോ ഒന്ന് നേരിട്ട് സംസാരിക്കാനോ ഒന്ന് അവരുമായി കൂടി ചേരുവാനോ ഒന്നും ലഭിക്കുന്നില്ല. അത് നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. ചില ആളുകൾ പറയും ഞായറാഴ്ച ഫോൺ എടുക്കൽ എന്ന് പറയും. കാരണം എന്താ, അന്ന് ഭാര്യക്ക് പുറത്തേക്ക് ഞാൻ മാറ്റില്ല. എന്ത് അർജന്റ് കോളാണെങ്കിലും ഞാൻ ഫോൺ തൊടൂല. ഇങ്ങനെ നല്ല ആൾക്കാരെ കൊണ്ട് ഒരിക്കലും നമ്മുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം മറന്നു പോകാൻ പാടില്ല. ഭാര്യമാർ മക്കൾ അവർ നമ്മെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അവർക്ക് മാതൃകയാകേണ്ടവർ നമ്മളാണ്. മക്കളുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും എല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. അവർ നമ്മുടെ ഈമാൻ പിഴച്ചു പോയാൽ, മക്കൾ വഴിതെറ്റിയാൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം നമ്മുടെ തലയിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് കുടുംബജീവിതം നയിക്കുക, മക്കളെ പറ്റി വളർത്തുക. ഈ മയക്കുമരുന്നിന്റെയും അതേപോലെ വഴികേടുകളുടെയും ലോകത്ത് കുടുംബജീവിതം നയിക്കുക, മക്കളെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വലിയ ഈമാനികമായ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ ഈമാനികമായ ഉത്തരവാദിത്തം നമ്മൾ മനസ്സിലാക്കുകയും അത് നിറവേറ്റുവാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാത്തിന്റെയും അടിസ്ഥാനം പരിശുദ്ധമായ ദീനും ഈമാനും അല്ലാഹുവിന്റെ പൊരുത്തവുമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിവാഹ ജീവിതം തുടങ്ങുന്നത് തന്നെ ഹറാമിലും ആർഭാടങ്ങളിലും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്നിൽ തുടങ്ങി അടിസ്ഥാനപ്പെടുത്തുന്നതാകരുത്. നമ്മുടെ മക്കളുടെയും നമ്മുടെയും കുടുംബ ജീവിതം എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി തീരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് പൊരുത്തപ്പെട്ട കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു തആല കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بارك وسلم عليه. وصل على نبي الأنبياء والمرسلين والحمد لله رب العالمين. പ്രവർത്തകർ വലിയ രോഗങ്ങളും പ്രയാസങ്ങളും ഹോസ്പിറ്റലുകളിലൊക്കെയാണ് പ്രഭുത്വ പരിപൂർണമായ ശക്തിയും ആരോഗ്യത്തും പെട്ടെന്നുള്ള ആഴ്ചയായ സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പരിപൂർണമായ ആരോഗ്യവും ആരോഗ്യത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد. الرحمن الرحيم يا الله لك المجد سيدنا قبول سيدنا ربنا اجعل سيدنا برزقنا في اعين قبول سيدنا ربنا. اللهم اغفر لك قبول سيدنا يا الله. والصلاه والسلام على محمد وبركاته. നിങ്ങളുടെ അമലുകളുടെ എല്ലാ കുറവുകളെയും പരിഹരിക്കണേ റബ്ബേ. അല്ലാഹുവേ സ്വലാത്തിനെയും സലാമിനെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള സലാമും പരിപൂർണ്ണതയും സന്തോഷവും നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചു തരണേ റബ്ബേ. ഈ സ്വലാത്തിനും സലാമിനെയും കൊണ്ട് നിങ്ങളെ ദോഷം പ്രതിമാക്കി തരണേ റബ്ബേ. തഖ്വ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ ജീവിതമാർഗ്ഗത്തിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ജോലികളിൽ കച്ചവടങ്ങളിൽ ഏർപ്പാടുകളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ സ്നേഹിക്കുന്ന എല്ലാവരുടെയും എല്ലാവരുടെ ഏർപ്പാടുകൾ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്.
സമൃദ്ധി ചെയ്ത് മക്കളാക്കണേ അല്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഭാര്യ സന്താനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വസീയത്തുകളായി കഴിയുന്ന എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. മരണം വരെ നിങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് നിങ്ങളെ ഈ പറയപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെയും മജ്‌ലിസിന്റെയും യൗമിയത്തിന്റെ സവാബിനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരെ ഖബർ ജീവിതം നിർവാഹത്തിലാക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ നീ ഖൈറിലാക്കണേ അല്ലാ. സമാധാനത്തിലാക്കണേ അല്ലാ. അല്ലാഹു നിങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം റബ്ബേ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ റബ്ബേ. എല്ലാ ഓരോരുത്തരുടെയും പ്രയാസങ്ങളെ അല്ലാഹു നീ ഖൈർ കൊണ്ട് പരിഹരിക്കണേ റബ്ബേ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖ്ഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു